രാധയുടെ ഓണസദ്യ. ഓണസദ്യ പാചക മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. 4 മിടുക്കികളാണ് ഇന്ന് തങ്ങളുടെ കൈപുണ്യം തെളിയിക്കാനെത്തിയിരിക്കുന്നത്. രാധയും കൂട്ടത്തിലുണ്ടായിരുന്നു. മത്സരം തുടങ്ങി. മറ്റുള്ളവർ വേഗത്തിൽ കറികൾ ഓരോന്നായി ഉണ്ടാക്കി തുടങ്ങി. സാമ്പാർ, അവിയൽ, തോരൻ. അടുക്കളയിൽ നല്ല തിരക്കായി. എന്നാൽ രാധയുടെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. അവൾക്ക് പലതും ഓർമ്മ വരുന്നില്ല. ഈ കറിക്ക് എന്തായിരുന്നു ചേർക്കേണ്ടത്? അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. സമയം പറന്നുപോയി. മറ്റുള്ളവരുടെ പാചകം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാധയുടെ പാത്രങ്ങൾ പലതും ഒഴിഞ്ഞു തന്നെ കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മൂമ്മേ! അവൾ പതിയെ മന്ത്രിച്ചു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി അവൾ പ്രാർത്ഥിച്ചു. അവളുടെ പ്രിയപ്പെട്ട അമ്മൂമ്മയെ അവൾ ഓർത്തു. അമ്മൂമ്മയുടെ ചിരിക്കുന്ന മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ഓണസദ്യ ഉണ്ടാക്കാൻ തന്നെ പഠിപ്പിച്ചത് അമ്മൂമ്മയാണല്ലോ. ഓരോ കറിയുടെയും രുചിക്കൂട്ടുകൾ അവൾക്ക് പറഞ്ഞു തന്നത് അമ്മൂമ്മയാണ്. പെട്ടെന്ന് ഒരു മാന്ത്രിക ശക്തി കിട്ടിയതുപോലെ അവൾക്കെല്ലാം ഓർമ്മ വന്നു. സാമ്പാറിന് പുളി പിഴിഞ്ഞതും അവിയലിന് തേങ്ങ അരച്ചതും പായസത്തിന് ശർക്കര ഒരുക്കിയതും എല്ലാം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. രാധയുടെ കൈകൾ അതിവേഗം ചലിച്ചു. അമ്മൂമ്മയുടെ സ്നേഹവും ഓർമ്മകളും അവളുടെ ഓരോ വിഭവത്തിലും നിറഞ്ഞു. അടുക്കളയിൽ മാന്ത്രികമായ സുഗന്ധം പരന്നു. വിധികർത്താക്കൾ രാധയുടെ സദ്യ രുചിച്ചുനോക്കി. അവരുടെ മുഖത്ത് അത്ഭുതവും സന്തോഷവും നിറഞ്ഞു. 1ാം സമ്മാനം രാധയ്ക്ക് അവർ പ്രഖ്യാപിച്ചു. രാധയുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. അമ്മൂമ്മയുടെ ഓർമ്മകളും രാധയുടെ കൈപുണ്യവും ചേർന്നപ്പോൾ അവൾ തന്നെ ഒന്നാമതായി വിജയിച്ചു. നിങ്ങളുടെ കഴിവും കൈപുണ്യവും ലോകത്തിന് സമ്മാനിക്കാൻ ഇൻഫോസ്ഫിയർ വെബ്ടെക് കഥാപരസ്യങ്ങൾ ഉപയോഗിക്കൂ.